ഈ അവഗണന സഹിച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ആത്മാഭിമാനമുള്ളവരുടെ പോരാട്ടം നേതൃത്വം നൽകുന്ന BJP-യിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടനവധി ദളിത് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ വിഭാഗത്തിൽ മറ്റു വിഭാഗത്തിലൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരിഗണിക്കണം. ഈ പ്രസ്ഥാനത്തു നിന്നും ചവിട്ട് പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞങ്ങളെയൊക്കെ ചങ്ക് പിടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇനിയും അവഗണന ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എല്ലാവരോടും അത് പരിഗണിക്കാതെ പോയാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വലിയ വ്യത്യാസമുണ്ടാകും നമുക്ക്. അത് നേതൃത്വത്തോട് പറയുന്നതാണ് എൻ്റെ പേരിൽ ആരോഗ്യപ്പെട്ട കുറ്റം. ഏറ്റവും അവസാനം രമ്യ ഹരിദാസിനെ കെട്ടിയിറക്കാൻ തീരുമാനിച്ചു. രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഈ നാട്ടിലെ പട്ടികജാതി വിഭാഗക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. ആർക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയുവാൻ? കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വിയർപ്പും രക്തവും കൊടുത്ത് ആ പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നിട്ടുള്ളവരാണ്. പക്ഷേ നേതൃത്വം കാലാകാലങ്ങളിൽ കാണിക്കുന്ന അനീതി നമ്മളെ ഈ പ്രസ്ഥാനത്തു നിന്നും ചവിട്ട് പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ ഉന്നയിക്കുന്ന നേതൃത്വം എടുക്കുന്ന തെറ്റായ തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയാണ് പുറത്താക്കുന്നതിനുള്ള റിസർച്ച് നടത്തുന്ന ഒരു പഠന കേന്ദ്രമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുക. ഞാൻ ചിറയൻകീഴ് സ്വദേശിയാണ്. ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ആദ്യമായി ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായി കടന്നു വരുന്നത്. അതും ജനറൽ സീറ്റിൽ മത്സരിച്ചാണ് ആദ്യമായി കടന്നു വരുന്നത്. ഒരു കാലത്തും ആ പ്രദേശത്ത് ഒരു കോൺഗ്രസ്സുകാരൻ ജയിക്കാത്തൊരു പ്രദേശമായിരുന്നു എൻ്റെ പ്രദേശം. പിന്നീട് 2 തവണയും ഞാൻ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായി ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിച്ചത്. അവിടെയൊക്കെ പാർട്ടി സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അവിടെയൊക്കെ പാർട്ടി സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ചിറയൻകീഴ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായി. ഏതാണ്ട് 14,000 വോട്ടിനാണ് ഞാൻ അന്ന് പരാജയപ്പെട്ടു പോയത്. അന്ന് ചിറയൻകീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളിടത്ത് 8 ഗ്രാമപഞ്ചായത്തിലും നാമമാത്രമായ അംഗങ്ങൾ മാത്രമായിരുന്നു UDF-നുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എതിരായി നിന്നിട്ട് പോലും മികച്ച പോരാട്ടം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച് വളർന്ന ഒരാളാണ്. വിദ്യാഭ്യാസം മാതാപിതാക്കൾ തന്നതോടുകൂടിയാണ് ഒരു പക്ഷേ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ നടത്തിയ നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ തവണ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ എൻ്റെ നേതാക്കന്മാരും എൻ്റെ പ്രദേശത്തെ അല്ലെങ്കിൽ ചിറയൻകീഴ് ആപാലമൊത്ത ജനങ്ങളും ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കടന്നു വരുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരോട് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അവരോട് ഉറപ്പും കൊടുത്തിരുന്നു. ഈ അവസാന നിമിഷം വരെയും ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അവസാന നിമിഷമാണ് അവിടെ ഈ സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥി എല്ലാ പട്ടികജാതി സംഘടനകളും മത്സരിക്കാൻ ഒരാളെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ വികാരം മറന്നുകൊണ്ട് 14 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരിൽ 12 പേരും ഒരു കാരണവശാലും രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് രേഖാമൂലം അറിയിച്ചതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ട വീര്യം നിറഞ്ഞ മണ്ണാണ് തിരുവനന്തപുരം ജില്ല. ആ ചരിത്ര പുരുഷൻ അന്തിയുറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ നേതാക്കന്മാരോട് പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ സാമുദായിക അംഗങ്ങൾ എല്ലാവരും തിരഞ്ഞെടുപ്പ് സമയത്ത് സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ ജനവിഭാഗമുള്ള പുലയർ വിഭാഗമാണ്. അത് 2 സംവരണ മണ്ഡലങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ആ വിഭാഗത്തെ പരിഗണിക്കണം. അത് പരിഗണിക്കാതെ പോയാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകും നമുക്ക്. അത് നേതൃത്വത്തോട് പറയുന്നതാണ് എൻ്റെ പേരിൽ ആരോഗ്യപ്പെട്ട കുറ്റം. നിങ്ങളൊന്ന് സ്ഥിതിച്ച് നോക്കിയാൽ ഈ 14 ജില്ലയിലും ഈ പട്ടികജാതി വിഭാഗക്കാരെ അതിനെ പുലയ കമ്മ്യൂണിറ്റി എന്നോ തണ്ടാ സർവീസ് സൊസൈറ്റി എന്നോ സിദ്ധനാഥ സഭയെന്നോ ഒന്നല്ല, പരിഗണന എല്ലാവർക്കും കൊടുക്കും. ഞാനിത് തുല്യ നീതിക്കുള്ള പോരാട്ടത്തിലായിരുന്നു. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ജനവിഭാഗമായ പുലയ സമുദായത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, അവരെ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടനവധി ദളിത് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ വിഭാഗത്തിൽ മറ്റു വിഭാഗത്തിലൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരിഗണിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു നേതാക്കന്മാരെയും പരിഗണിക്കാൻ തയ്യാറാകില്ല. ആ അവസരത്തിലാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചത്.
നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരാതികൾ കൊടുത്തു. ആ പരാതികൾ കൊടുത്തിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും അവസാനം രമ്യ ഹരിദാസിനെ കെട്ടിയിറക്കാൻ തീരുമാനിച്ചു. രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ അവിടുത്തെ വോട്ടറാണ്, ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിട്ട് പോലും ഇന്നേ വരെ എന്നെ ആ കമ്മിറ്റികളിൽ പോലും ഉൾപ്പെടുത്തുവാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും അവഗണനയാണ്. ഈ അവഗണന സഹിച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ആത്മാഭിമാനമുള്ളവരുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന BJP-യിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനം സൂചിപ്പിച്ചത് ഇത് തുല്യനീതിക്കുള്ള പോരാട്ടമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിക്കുവാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യമാണ്. ആ കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഞാൻ അത്തരം കാര്യങ്ങളിൽ കടന്നു പോകുന്നു. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെയൊക്കെ BJP-യിലേക്ക് സ്വീകരിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഈ നാട്ടിലെ പട്ടികജാതി വിഭാഗക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. ആർക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയിക്കുവാൻ? അടിമകളല്ല ഞങ്ങൾ ആരും. ഞങ്ങൾ എല്ലാവരും ആത്മാഭിമാനത്തോടു കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഒരു വിധത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്ന ആളാണ്. അദ്ദേഹം പട്ടികജാതി വിഭാഗക്കാരുടെ ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയതാണ്. അദ്ദേഹമാണ് ബാക്കിയുള്ളവർ നമ്മുടെ അപരാധികൾ കൊണ്ട്, നമ്മുടെ ഓരോ എടുക്കുന്ന നിലപാടുകൾ കൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അദ്ദേഹം അങ്ങനെയൊന്നും കടന്നു വരുന്നില്ല. ഞാനൊക്കെ ജനറൽ സീറ്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കണം. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഈ അവഗണന ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹിച്ച് അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടക്കുക, ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ നിന്നും ഇത്രയും വർഷം 2000 തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇനിയും അവഗണന ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എല്ലാവരോടും കമാൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു പോകാൻ കഴിയുന്നില്ല. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്.